ഇക്കൊല്ലം ഓണത്തിന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി കാണിച്ചു തരട്ടെ, പായസത്തിന്റെ. അപ്പൊ റെസിപ്പി നോക്കിയാലോ, ലെറ്റ്സ് ഗോ. കുറേ ദിവസമായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കറങ്ങി നടക്കണ ഒരു വലിയൊരു മാസ്റ്റർ ഷെഫിന്റെ റെസിപ്പി ആട്ടാ ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഗൈസ്. പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ കാണില്ല, അത് ഈ ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ തന്നെ കണ്ട് എനിക്ക് തന്നെ വിഷമം വരുന്നുണ്ടായിരുന്നു. കാരണം ഞാനൊരു ഐറ്റം ട്രൈ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം. എന്നിട്ട് ഞാൻ അവിടെ കിടന്ന് കരയും, എൻ്റെ ഡേ മൊത്തം പോകും. അപ്പം ഞാൻ സാധാരണ എന്തെങ്കിലും ഉണ്ടാക്കിയത് ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ തവണ ഓണത്തിന് ഞാൻ വിചാരിച്ചു, ലെറ്റ് മീ ട്രൈ ദിസ് വെറൈറ്റി റെസിപ്പി ബൈ ഷെഫ് പിള്ളൈ. വേറൊന്നുമല്ല, ബ്ലൂബെറി പായസം. കേൾക്കുമ്പോൾ തോന്നും കാരണം എനിക്ക് കേട്ടപ്പോൾ അങ്ങനെ തോന്നി, ബ്ലൂബെറിക്ക് കൊടുക്കാത്ത പുളിയല്ലേ, അതല്ലേ, ഇതല്ലേ, ഇതൊക്കെ പായസമാക്കിയാൽ റെഡിയാവോ എന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരൊറ്റ സജഷൻ കൂടിയുള്ളൂ, ഇതിൽ കടിക്കാനൊന്നും കിട്ടില്ല. സോ മൈ ഡിയർ ഷെഫ് പിള്ളൈ, നിങ്ങൾ ഇതിലേക്ക് കുറച്ച് അടയും കൂടി വേവിച്ചിട്ടാണെങ്കിൽ പൊളിക്കും. സോ ഫൈനലി 2 മണിക്കൂറിന് ശേഷം നമ്മുടെ പായസം ഇവിടെ റെഡിയായി. മണം നല്ല ടേസ്റ്റ്, മണം നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ട്. ഇത്രയും വലിയ ഷെഫ് പറഞ്ഞതായതുകൊണ്ട് ലെറ്റ്സ് ട്രൈ. അപ്പോൾ ഫസ്റ്റ് ചിയേഴ്സ്. ബ്ലൂബെറി ആണെന്ന് തോന്നൂല, വെറുതെ. കൊള്ളാം. കുറച്ചും കൂടി പാലൊന്ന് കുറുക്കി കഴിഞ്ഞാൽ ഒരു കുറുകുറ ആയിട്ട് കിട്ടും. എൻ്റെ കുറച്ച് കുറുകൽ കുറഞ്ഞു പോയി, ബിക്കോസ് എനിക്ക് മടിയായി.